ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വനം വകുപ്പ് രംഗത്ത് വന്നതിനെ വിമർശിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം റദ്ദാക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല. ഈ നീക്കത്തെ ഹൈക്കോടതിയിൽ നേരിടുമെന്നും ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നാട്ടിലിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിൽ ജനങ്ങൾക്ക് ഭീഷണിയാവുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്നുള്ള തീരുമാനമാണ്. ഏതെങ്കിലും വികാരപരമായി എടുത്ത തീരുമാനം. സംസ്ഥാന മന്ത്രിസഭയാണ് ഈ അധികാരം കൈമാറിയത്. ആ അധികാരം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ശുപാർശ കൊടുക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. ഈ തീരുമാനമെടുത്ത ഗ്രാമപഞ്ചായത്തുകളെ വേട്ടയാടാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനത്തെ കേരള ഹൈക്കോടതി വെച്ച് നേരിടും. അഭിജിത്ത് മുഴക്കുന്ന വാർത്തയുടെ വിവരങ്ങൾ. അഭിജിത്ത്, അന്നവർ പറയുമ്പോൾ അതിനൊരു ചെറിയ വൈകാരികതയുണ്ടോ എന്ന് സംശയം തോന്നിയെങ്കിൽ ആ പഞ്ചായത്ത് അത് വൈകാരികതയിൽ പറയുന്നതല്ല എന്ന് മാത്രമല്ല അതിൻ്റെ കൃത്യമായ നിയമവശങ്ങൾ കൂടി പഠിച്ചതിന് ശേഷമാണ് നാട്ടിലിറങ്ങി ജനത്തെ ഉപദ്രവിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലും എന്ന പ്രഖ്യാപനം. അഭിജിത്ത്, ഹാഷ്മി, ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും വികാരത്തിന്റെ പുറത്തെടുത്ത തീരുമാനമല്ല. കഴിഞ്ഞ ആഴ്ചയാണ് ഇങ്ങനെ ഒരു വിവാദമായ തീരുമാനം ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന എല്ലാ വന്യമൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലും, അതിനായി ഒരു 20 അംഗ എംപാനൽ ഷൂട്ടർമാരെ നിയോഗിക്കും തുടങ്ങിയ തീരുമാനങ്ങളാണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തി. ഇങ്ങനെ ഒരു തീരുമാനം പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണ്. ഒപ്പം തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ ഓണററി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം അത് റദ്ദാക്കാനുള്ള ഒരു ശുപാർശയും സർക്കാരിലേക്ക് ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇതിനെതിരെ ഇപ്പോൾ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് തങ്ങളുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് 60% വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് താൻ എത്തിയത്. കൂടാതെ ഈ ഓണററി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന പദവി പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയത് ഏതെങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരല്ല, അത് മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ പുറത്തു വന്നതാണ്. അതിനാൽ തന്നെ അത് റദ്ദാക്കാനുള്ള ഒരു ശുപാർശ നൽകാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. കൂടാതെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പഞ്ചായത്തുകൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. അതിനെ ജനങ്ങളെ അണിനിരത്തി നേരിടും എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഏതായാലും കൂടുതൽ ഈ വനം വകുപ്പും ഒപ്പം തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റും അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയും തമ്മിലുള്ള കൂടുതൽ വാഗ്വാദങ്ങളിലേക്ക് ഈ സംഭവം അടുത്ത ദിവസങ്ങളിൽ നീങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഹാഷ്മി, അഭിജിത്ത് മുഴക്കുന്നതാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വന്യജീവികൾ നാട്ടിലിറങ്ങി മനുഷ്യന്മാരെ കൊല്ലുന്നത് ആവർത്തനം അതിന് കയ്യും കണക്കുമില്ലാത്ത സാഹചര്യത്തിൽ ഒരു നാട് ഗതികെട്ടെടുക്കുന്ന തീരുമാനമാണ്. അതിന് കയറി വട്ടം നിൽക്കാതിരിക്കലാണ് വനംവകുപ്പിന് നല്ലത്. അതിന് നിയമപ്രശ്നങ്ങൾ അക്കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് കോടതിയിലേക്ക് പോവുകയാണ്. അവർ അത് കോടതി തീരുമാനിക്കട്ടെ.